എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. ഒന്നും തന്നെ കമ്പ്യൂട്ടറിനെ പറ്റി അറിയാത്തവരൊക്കെ നമ്മളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് പഠിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ നമ്മുടെ ക്ലാസ് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഡെയിലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ക്ലാസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുകളൊക്കെ കാരണം പറ്റാതെ വരും. മാക്സിമം ഞാൻ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തിരക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ചെയ്യാതെ പോകുന്നത്. അപ്പൊ പിന്നെ വേറെ വിശേഷം എന്നൊക്കെ പറഞ്ഞാല് എല്ലായിടത്തും ഇപ്പം ചൂടൊക്കെ കുറഞ്ഞ നല്ല മഴയും ഒക്കെയാണ്. ഇവിടെയും നല്ല മഴയാണ്. എല്ലാ ദിവസവും ഇപ്പൊ മഴയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിലും ഒക്കെ മഴയുണ്ടോ, എന്താണ് വിശേഷം എന്നൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്കും അറിയാൻ പറ്റുമല്ലോ എല്ലാ സ്ഥലത്തെയും വിശേഷങ്ങളൊക്കെ. ഇന്നൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്നത്, അതായത് നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഫയലുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ഫോട്ടോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ, അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവരും കാണാതെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. ഫയൽസിനെയൊക്കെ നമുക്കൊരു ഫോൾഡർ ആക്കിയിട്ട്, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഇമേജസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്, ഇതിനെയൊക്കെ നമുക്ക് ഒരു ഫോൾഡർ ആക്കിയിട്ട് ആ ഒരു ഫോൾഡറിനെ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ സിസ്റ്റം വേറെ ആരെങ്കിലും ഉപയോഗിക്കുവാണെങ്കിലും അവർക്കത് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഹൈഡ് ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് എളുപ്പത്തിലും ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി എന്താ പറയാ പ്രയാസമുള്ള ഒരു രീതിയിലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആർക്കും കണ്ടുപിടിക്കാൻ ഒരു ശകലം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ്. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് പറയും. പക്ഷെ നമ്മളത് എളുപ്പം തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമ്മുടെ ഫോൾഡർ, അതായത് ഫയലുകളൊക്കെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഇൻട്രോയിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന സമയം. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞങ്ങ് പോയത്. അപ്പൊ എല്ലാവരുടെയും വിശേഷങ്ങളും മഴയുടെ വിശേഷങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഡയറക്റ്റ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ അല്ലെങ്കിൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇമേജസ് അതിനെയൊക്കെ ആ ഒരു ഫോൾഡറിലോട്ട് ആക്കിയിട്ട് അതെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം, അതിനെ എങ്ങനെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാമെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുൻപേ നമുക്ക് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാസ് നേരത്തെ തൊട്ട് ഫോളോ ചെയ്യുന്നവരൊക്കെ ഇപ്പം എന്താ എക്സ്പേർട്സ് തന്നെയാണ്. ഇപ്പൊ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ചോദിച്ചാലും അവർക്ക് ചെയ്യാൻ അറിയാം. അപ്പം പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലോട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് പറയുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോവാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുള്ളതായ കൊണ്ട്. അപ്പൊ ആരെങ്കിലും മനസ്സിലായില്ല എങ്കിൽ നമ്മളുടെ പഴയ ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിൽ കയറി പഴയ ക്ലാസ്സുകളൊക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ എവിടെ ആയിക്കോട്ടെ ഈ ഒരു സ്ക്രീനിൽ, നമ്മൾ ഈ സ്ക്രീനിന് ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കമ്പ്യൂട്ടർ ഓൺ ആയി വരുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻ, ഇതാണ് ഡെസ്ക്ടോപ്പ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ക്രീൻ ആണ്. വിൻഡോസിന്റെ ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ ഡെസ്ക്ടോപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തായിക്കോട്ടെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൗസിൽ കൈവെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കറിയാം മൗസിന് രണ്ട് ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും. അപ്പൊ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എവിടാണ് ഏത് സ്ഥലത്താണോ ഫോൾഡർ വേണ്ടത് അവിടെ ജസ്റ്റ് ഇങ്ങനെ മൗസ് ചുമ്മാ കൊണ്ടൊന്ന് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാല് ഫോൾഡർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാല് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്. അപ്പം ഈ ന്യൂ എന്ന് പറയുന്നതിലോട്ട് മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുക. നമ്മളിങ്ങനെ അതിലോട്ട് വെക്കുമ്പം തന്നെ ന്യൂവിനകത്തുള്ള
കുറെ ഓപ്ഷൻസ് നമുക്ക് തൊട്ടടുത്ത് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പം ഈ ന്യൂ എന്നതിലോട്ട് മൗസ് വെക്കുക. അതേ ലെവലിൽ തന്നെ മൗസ് ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക, അതായത് മൗസ് ഇങ്ങനെ നിരക്കുക അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അറ്റത്തെത്തിയതിനു ശേഷം നേരെ പെട്ടെന്ന് മുകളിലോട്ട് അങ്ങ് മൗസ് ആക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ടാക്കുക. അപ്പത്തേക്കും അടുത്ത ഈ ഒരു ലിസ്റ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ മൗസ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടണമെന്നില്ല. അപ്പൊ അതൊരു 3-4 തവണ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിൽ വന്നോളും. അപ്പൊ ആദ്യമേ നമ്മൾ ന്യൂ സെലക്ട് ചെയ്തു, അവിടുന്ന് അടുത്ത ഈ ഒരു ലിസ്റ്റിലോട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല, മൗസ് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. കുറെ തവണ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് അങ്ങ് പോയിക്കോളും. അപ്പൊ ന്യൂ എന്ന ഓപ്ഷനിലോട്ട് മൗസ് വെച്ചു. ഈ ന്യൂ എന്ന് പറയുന്നതിന്റെ ഏറ്റവും അറ്റത്തോട്ട് വന്നു. ഇപ്പൊ നമുക്ക് ലിസ്റ്റ് കാണുന്നത് ഈ ന്യൂ എന്നുള്ളതിന്റെ താഴെയാണ്. അപ്പൊ നേരെ മൗസ് ഇങ്ങനെ തൊട്ടപ്പുറത്തോട്ട് തന്നെ ഇങ്ങനെ നീക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ തൊട്ടപ്പുറത്തോട്ട് നീക്കുമ്പോൾ തന്നെ അടുത്ത ലിസ്റ്റിലോട്ട് വരും. അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യം ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഫോൾഡർ എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. എവിടെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോൾഡറിലോട്ട് വെക്കുമ്പോൾ ഇത്രയും നീളത്തിലാണ് ഫോൾഡർ. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പുതിയൊരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കണമെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പേര് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് ഒന്നും ചെയ്യേണ്ട, നേരെ നമ്മൾ പേരങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. കാരണം ഇവിടെ ഇത് സെലക്ട് ആയി ആണ് വന്നിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് അതിന് കിട്ടുന്ന പേരാണ് ന്യൂ ഫോൾഡർ. അതായത് നമ്മൾ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ന്യൂ ഫോൾഡർ 1, അടുത്തത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ ഫോൾഡർ 2. അതാണ് ഇവിടെ ന്യൂ ഫോൾഡർ 2 എന്ന് പേര് വന്നത്. അപ്പൊ നമുക്ക് മറ്റു പേര് കൊടുക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഡയറക്റ്റ് മറ്റൊരു പേര് ടൈപ്പ് ചെയ്യുക. പുതിയ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കീബോർഡിലെ എന്റർ കീ അങ്ങ് പ്രസ് ചെയ്യുക. അപ്പൊ ആ പേര് അവിടെ കറക്റ്റ് ആയിട്ട് വരും ആ ഫോൾഡറിന്. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഹൈഡ് എന്നാണ്. ചുമ്മാ ഞാനൊരു പേരങ്ങ് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തെന്ന്. എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. നമുക്ക് എവിടെയാണോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിൽ മൗസ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ നിന്നും ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ന്യൂവിൽ നിന്നും ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫോൾഡർ അവിടെ വരും. ഇനിയിപ്പം പുതിയ പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ അവിടെ വരും. അപ്പൊ ഇതാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഈ ഹൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനകത്തോട് ജസ്റ്റ് ഞാനൊരു ഫയല് കൊണ്ടുവന്നിട്ട് ആ ഫയലിനെ ആ ഫോൾഡറിലാക്കി എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഹൈഡ് എന്ന് പറഞ്ഞ ഫോൾഡർ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിക്ചറോ അല്ലെങ്കിൽ ഡോക്യുമെന്റോ, അപ്പൊ എന്തൊരു കാര്യം ആയിക്കോട്ടെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, നമുക്ക് ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആ ഫയലിലോട്ട് ഈ ന്യൂ 45 എന്ന് പറയുന്ന ഫയലാണ് ഞാൻ ഈ ഒരു ഹൈഡ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന് ചെയ്യേണ്ടത് അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ ഫയലിനെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഈ ഹൈഡ് എന്നുള്ള ഫോൾഡറിന്റെ മുകളിലോട്ട് കൊണ്ടുവെക്കുക. വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മൂവ് ടു ഹൈഡ് എന്ന് അതിന്റെ മുകളിൽ വരും. അതായത് മൂവ് ടു ഹൈഡ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ പേരാണ്. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ എന്തായി, ആ ഒരു ഫയല് ഈ ഒരു ഹൈഡ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്നും ഫയലിനെ കൊണ്ടുവരുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഫയലിനെ എങ്ങനെയാണ് ഒരു ഫോൾഡറിലോട്ട് കൊണ്ടുവരുന്നതെന്ന്. ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇടാം. അപ്പൊ നമുക്ക് ഏതാണോ സൗകര്യം അത് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതും കട്ട് പേസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതേപോലെ ഈ ഒരു ഫോൾഡറിനകത്തോട്ട് കൊണ്ട് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കണം. നമ്മളിപ്പോ പറയുന്നത് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കൊണ്ടിടുന്നത്, അതായത് ഡ്രാഗ് ചെയ്തിടുന്ന കാര്യമാണ്. അപ്പൊ ഏതൊരു ഫയലാണോ നമുക്ക് ഈ ഒരു ഫോൾഡറിലോട്ട് കൊണ്ടുവരേണ്ടത് അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക.
മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഹൈഡ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ മുകളിലോട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്ന് കഴിയുമ്പം ആ സ്ക്രീനിൽ എഴുതി കാണിക്കും മൂവ് ടു, അതിനുശേഷം വരുന്നത് ഫോൾഡറിന്റെ പേരാണ്, ഏത് ഫോൾഡർ ആണോ. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. കൈയെടുക്കുമ്പോൾ ആ ഫയല് ഈ ഹൈഡ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡറിലോട്ട് ഈ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഫയലിനെ വലിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇടുന്നത്. അപ്പൊ ഇനി ഇതിനെ ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഹൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ, അതായത് ഏത് ഫോൾഡർ ആണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത്, ഒളിപ്പിച്ചു വെക്കേണ്ടത്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഹൈഡിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക. മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ പ്രോപ്പർട്ടീസ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിട്ട് വരും. ഇനി ഇതിന്റെ ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ഹിഡൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഹിഡൻ. അപ്പൊ ആ ഹിഡൻ എന്ന് പറയുന്നതിന്റെ സൈഡിൽ ഒരു ബോക്സ് പോലെ ഉണ്ട്, ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഉണ്ട്, ക്യാൻസൽ ഉണ്ട്, അപ്ലൈ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു സ്ക്രീനിൽ നിന്നും നമ്മൾ ഹൈഡ് ചെയ്ത ഫോൾഡർ ഹൈഡായി പോയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്കത് ഇവിടെ കാണാനായിട്ട് പറ്റത്തില്ല, അതായത് അതിനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫോൾഡർ കാണണമെങ്കിൽ ഇനി ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അതായത് ദിസ് PC, ചിലരുടെ അതിനകത്ത് കമ്പ്യൂട്ടർ എന്നായിരിക്കാം, ചില സിസ്റ്റത്തിൽ ദിസ് PC എന്നായിരിക്കാം. അപ്പൊ ആ ഒരു പാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അപ്പൊ വ്യൂ എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിൽ ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പൊ ഈ ഷോയിൽ വെക്കുമ്പോൾ തന്നെ ഷോയ്ക്കകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പൊ അതിനകത്ത് ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ ഹിഡൻ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ഈ ഹിഡൻ ഐറ്റംസ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ സെലക്ട് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ സ്ക്രീനിൽ ഹൈഡ് ആയിട്ടുള്ള ആ ഫോൾഡർ ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡറിനെ ഹൈഡ് ചെയ്യുന്നത്. അപ്പൊ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, അധികം പ്രയാസമൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ഫോൾഡർ, നമുക്ക് ഈ ഒരു SCRT എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഒന്ന് ഹൈഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും പ്രോപ്പർട്ടീസ് എടുക്കുക. ഹിഡൻ സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫയൽ അവിടുന്ന് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫയലിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ കൺട്രോൾ പാനൽ, അതായത് ദിസ് PC എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ചില സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എന്നായിരിക്കാം, ചിലരുടെ സിസ്റ്റത്തിൽ ദിസ് PC എന്നായിരിക്കാം. അപ്പൊ അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഡിസ്കുകളൊക്കെയുള്ള ഈ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. അതിൽ നിന്നും ഷോ ഹിഡൻ ഐറ്റംസ്. അപ്പൊ ഇത്രയും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സ്ക്രീനിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത ആ ഫോൾഡർ അവിടെ കാണാൻ പറ്റും, SCRT എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡറിനെ ഹൈഡ് ചെയ്യുന്നതും അതിനെ തിരിച്ച് കൊണ്ടുവരുന്നതും. അപ്പൊ എളുപ്പമുള്ള മെത്തേഡാണ്. അപ്പൊ ചെയ്ത് നോക്കണം. ഇപ്പൊ ചില സിസ്റ്റം അനുസരിച്ച് ഓപ്ഷൻസ് കാണുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാം, പക്ഷെ സ്റ്റെപ്പുകളെല്ലാം സെയിം ആയിരിക്കും. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.